ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഡബിൾ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. വളരെ യമ്മിയും ഈസിയുമായിട്ടുള്ള ഈ ചിക്കൻ ഡബിൾ ഫ്രൈഡ് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യമായി നമുക്ക് ബോൺലെസ് ചിക്കൻ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് ഫ്രീസറിൽ വെച്ചെടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് 15ഓളം ചെറിയുള്ളി, 1 കുടം വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി, 3 പച്ചമുളക്, 1 പിടി മല്ലിയില ഇവ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഇതുപോലെ പേസ്റ്റ് പോലെ നന്നായി നമുക്ക് അരച്ചെടുക്കാം. ഒട്ടും തന്നെ തരിയില്ലാതെ അരച്ചെടുത്ത ഈ അരപ്പിലേക്ക് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ ജീരകപ്പൊടി, 1 സ്പൂൺ വെളിച്ചെണ്ണ, അരമുറി നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പ്, ഇത് കുഴച്ചെടുക്കാൻ പാകത്തിന് അല്പം വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഒരു തക്കാളിയും കൂടെ മിക്സിയിലേക്കിട്ട് അതും നമുക്ക് നന്നായി വെള്ളം പോലെ അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അത് ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ മീൻ വറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന പോലെ വെളിച്ചെണ്ണ എടുത്താൽ മതി. ചിക്കൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കൻ കുറച്ച് തിക്നെസ്സിൽ കട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളു വേവാനായിട്ട് ഒരു സൈഡ് കുറച്ച് ഫ്രൈ ആവുന്ന സമയം വരെ നമുക്ക് ചിക്കൻ മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ചിക്കൻ തിരിച്ചിടാം. ഇനി ഇത് മൂടി വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ചിക്കൻ ഈ ഒരു പരുവത്തിൽ 2 സൈഡും നന്നായി ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തക്കാളി ജ്യൂസില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 1 മിനിറ്റോളം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ചിക്കനെ തേക്കാനായി മാറ്റി വെച്ച് ബാക്കി മസാല നമുക്ക് ഈ തക്കാളി നീരിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് എണ്ണയും ഒഴിച്ച് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് ഇതൊരു 2-3 മിനിറ്റ് എങ്കിലും മിനിമം ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ അരപ്പ് എണ്ണയിൽ കിടന്ന് 2-3 മിനിറ്റ് നന്നായി ഒന്ന് വരണ്ടു വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിൽ ഈ മസാല നന്നായി പിടിക്കുന്ന രീതിയിൽ ഒരു 3-4 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് ചിക്കൻ വീണ്ടും ഒന്ന് ഡബിൾ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു പരുവാകുമ്പോൾ നമ്മുടെ ഡബിൾ ഫ്രൈ ചിക്കൻ ഏകദേശം ഒരു 90% റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി എണ്ണയിലിട്ട് മൂപ്പിച്ച് അത് നമ്മുടെ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡബിൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല യമ്മി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഇതുപോലെ ഉണ്ടാക്കിയാൽ ഇനി വേറൊരു രീതിയിലും ഉണ്ടാക്കില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.